ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ SCERT 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് പാർട്ടിലെ 7ാമത്തെ ചാപ്റ്ററാണ് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ. അതാണ് ചാപ്റ്ററിൻ്റെ പേര്, ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പാണ് അല്ലേ, എന്താണ് കൃഷി ചെയ്യാൻ ഇറങ്ങിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. കൃഷിയുടെ ഉത്ഭവം നമുക്ക് നോക്കാം. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് 7000 BCEയിലാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. അപ്പോൾ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് SCERTയിൽ തന്നിരിക്കുന്നത് കൊണ്ട് BC 7000 എന്ന് നമുക്ക് പറയാം. മെസപ്പട്ടോമിയ, തുർക്കി, ഈജിപ്റ്റ്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഏതാണ്ട് 3000 BCEയിൽ സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത് സിന്ധു നദീതട സംസ്കാരത്തോടൊപ്പം ചേർന്നാണ്. ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായ മോഹൻജദാരോയിലും ഹാരപ്പയിലുമാണ് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൃഷി ആരംഭിക്കുന്നത്. ഇനി എന്താണ് ഉപജീവന കൃഷി എന്ന് നമുക്ക് നോക്കാം. കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണിത് അല്ലെ. എന്താണ് ഉപജീവന കൃഷി എന്ന് വെച്ചാൽ നമുക്ക് കർഷകരുടെ വീട്ടിൽ എന്താണോ ആവശ്യം അതിന് വേണ്ടിയിട്ടുള്ള മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. ലാഭം നേടുക എന്നത് ഉപജീവന കൃഷിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല. എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇനി എന്താണ് സമ്മിശ്ര കൃഷി? എന്താണ് ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി അല്ലേ. എന്താണത് ഇവിടെ കണ്ടോ, എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ. വാഴയുണ്ട്, അതുപോലെ വേറെന്തൊക്കെയോ ചീരയാണെന്ന് തോന്നുന്നു, പിന്നെ വേറെന്തൊക്കെയോ നട്ടുവെച്ചിട്ടുണ്ട്. അവിടെ കോഴി വളർത്തുന്നുണ്ട്, പശു നിൽക്കുന്നുണ്ട്, ആട് നിൽക്കുന്നുണ്ട്, നായയുണ്ട് അല്ലേ. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് ഇവിടെ മീനും കാണുന്നുണ്ട് കേട്ടോ. ഒരു ചാല് പോലെ ഒഴുകുന്നതിൽ മീനും ഉണ്ട്. അപ്പോൾ കന്നുകാലി വളർത്തൽ, അതുപോലെ കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. വാഴയില, അതുപോലെ ബാക്കി വരുന്ന ഇലകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കന്നുകാലികൾക്ക് കഴിക്കാനായിട്ട് പറ്റും. അതുപോലെ കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്ന് തിരിച്ചും ലഭിക്കുന്നു. എന്ത് ചെയ്യുന്നുണ്ട്, കന്നുകാലികളുടെ ചാണകമൊക്കെ കൃഷിക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ചെലവ് താരതമ്യേന കുറവായിരിക്കും അല്ലേ. ഇനി എന്താണ് തോട്ടവിള കൃഷി? കണ്ടോ, തോട്ടവിള കൃഷി മൂന്നാറിലൊക്കെ തേയില നുള്ളുന്ന ഒരു സീന് പോലെ ഉണ്ട് അല്ലേ. പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റു ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില, കാപ്പി, ഗ്രാമ്പൂ, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു. ആരുടെ വരവോടുകൂടിയാണ്? ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി. വ്യവസായ വിപ്ലവത്തിന്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കളൊക്കെ ആവശ്യമായിരുന്നു. അതിനായി 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ അവർ എന്ത് സ്ഥാപിക്കുന്നു? തോട്ടവിളകള് പ്രോത്സാഹിപ്പിക്കുന്നു. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഈ കൃഷി രീതിയുടെ പ്രത്യേകതകളാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ദീർഘകാല വരുമാനവും അതുപോലെ താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഏത് കൃഷി രീതിയുടെ പ്രത്യേകതയാണ്? അത് തോട്ടവിള കൃഷി രീതിയുടെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് വാണിജ്യ വിള കൃഷി നമുക്ക് നോക്കാം. കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യ വിള കൃഷി അല്ലെ. എന്താണ് വിൽക്കാൻ വേണ്ടിയിട്ട് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത്. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യ വിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണിത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ വാണിജ്യ വിള കൃഷിയുടേത് ഉയർന്ന മൂലധന നിക്ഷേപം വേണം അല്ലെ. അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന കൃഷി രീതിയാണ് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ വാണിജ്യ വിളകൾക്ക് ഉദാഹരണം ഓർത്തു വെക്കണം. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം. ഏതൊക്കെയാണ് വാണിജ്യ വിള കൃഷി? റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവയൊക്കെ വാണിജ്യ വിളകളാണ്.
ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കണ്ടോ ഈ ഒരു ടേബിൾ ഒന്ന് നോക്കണേ. ഉപജീവന കൃഷിയും അതുപോലെ സമ്മിശ്ര കൃഷി, അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഉപജീവന കൃഷി സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായ ഉൽപാദനമാണ് നടത്തുന്നത്. ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമാണല്ലോ. അപ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലേസസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ചെയ്യാനായിട്ട് പറ്റും. സമ്മിശ്ര കൃഷിയോ ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന അല്ലേ. കുറേ ചെടികൾ, അതിൻ്റെ ഇടയ്ക്ക് കോഴി വളർത്തൽ, കന്നുകാലി വളർത്തൽ, മീൻ വളർത്തൽ, ഇതെല്ലാം കൂടെ ആവുമ്പോൾ ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. അതുപോലെ ഉൽപാദന ചെലവും കുറവാണ്. ഇനി തോട്ടവിള കൃഷിയും വാണിജ്യവിള കൃഷിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. തോട്ടവിള കൃഷി താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവാണ് അല്ലേ. വളരെ കുറഞ്ഞ ഉൽപാദന ചെലവാണ് നമ്മുടെ തോട്ടവിള കൃഷിക്ക് വരുന്നത്. അതുപോലെ വൻതോതിലുള്ള ഉൽപാദനവും തോട്ടവിള കൃഷിയിൽ നടക്കുന്നു. വാണിജ്യവിള കൃഷിക്കാണെങ്കിൽ നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് അതിന് ഉയർന്ന മൂലധന നിക്ഷേപം ഉണ്ടായിരിക്കണം അല്ലേ. അതിനൊരു ഇൻവെസ്റ്റ്മെന്റ്, വലിയ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആദ്യം നടത്തേണ്ടതുണ്ട്. അതുപോലെ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നത് വാണിജ്യവിള കൃഷിയാണ്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി കൃഷി ഭക്ഷണത്തിനും വരുമാനത്തിനും കണ്ടോ, കുറേയധികം പരുത്തിയുണ്ട്, ചോളമുണ്ട്, നെല്ല്, ഗോതമ്പ്, റബ്ബർ, തേയില, ഇതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് എന്താണ് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതും അല്ലാത്തതുമായ വിളകളുണ്ട്. നമുക്കറിയാം അല്ലേ. കാർഷിക വിളകളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും തിരിക്കാം അല്ലേ. എന്താണ്? കാർഷിക വിളകളെ രണ്ടായി തിരിക്കാം. ഭക്ഷ്യവിളകൾ അതുപോലെ നാണ്യവിളകൾ. ഭക്ഷ്യവസ്തുക്കളായി ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ അല്ലേ. നമുക്ക് ഭക്ഷണത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്ന വിളകളാണ് നാണ്യവിളകൾ. നമ്മുടെ റബ്ബർ, പരുത്തി തുടങ്ങിയവയൊക്കെ എന്താണ്? നമ്മൾ മറ്റു പല ബിസിനസ്സിനും വേണ്ടിയിട്ടാണ് അതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ എന്താണ്? നാണ്യവിളകളാണ്. അപ്പോൾ ഭക്ഷ്യവിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ഗോതമ്പൊക്കെ ഭക്ഷ്യവിളകളാണ്. നാണ്യവിളകൾ പരുത്തി, റബ്ബർ തുടങ്ങിയവ. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓരോ വിളയും അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലുമാണെന്ന് തന്നിട്ടുണ്ട്. പഠിച്ചു തന്നെ വെക്കുക. ഗോതമ്പ് എവിടെയൊക്കെയാണ്? ഗോതമ്പ് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഏതാണ്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഇനി പരുത്തിയാണെങ്കിലോ മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാനാണ് പരുത്തി കൃഷി ചെയ്യുന്നത്. അതുപോലെ നെല്ല് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ കേട്ടോ. ബാക്കി പല സ്റ്റേറ്റ്സിലും ഉണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ പേര് കേട്ടിരിക്കുന്ന സ്റ്റേറ്റുകളാണ് പറയുന്നത്. ഗോതമ്പാണെങ്കിൽ ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. പരുത്തി മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. നെല്ല് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ വെച്ച് ഇത് എന്ത് ചെയ്യുക? ഓർത്ത് തന്നെ വയ്ക്കുക. ഇനി വൈവിധ്യമാർന്ന കാർഷിക വിളകൾ നമ്മുടെ ഇന്ത്യയുടെ സവിശേഷതയാണ്. വ്യത്യസ്തങ്ങളായ ഇത്തരം കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് അനുകൂലമായ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫലഭൂയിഷ്ഠമായ മണ്ണ്, അനുകൂലമായ കാലാവസ്ഥ, ജലസേചന സൗകര്യം. ഇതൊക്കെ നല്ല രീതിയിലൊരു കൃഷി ചെയ്യാനായിട്ട് ആവശ്യമാണ് അല്ലേ. ഫലഭൂയിഷ്ഠമായ മണ്ണ്, അനുകൂലമായ കാലാവസ്ഥ, ജലസേചന സൗകര്യം തുടങ്ങിയവയൊക്കെയാണ്. നമ്മൾ കാർഷിക കാലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എന്താണ് പഠിച്ചിരുന്നു അല്ലേ. ഖാരിഫ്, റാബി, സെയ്ദ് എന്നൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും അല്ലെ. കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യവസായങ്ങളും. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളെയാണ് നമ്മൾ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ? കാർഷിക ഉൽപ്പന്നങ്ങളെയാണ് അവ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത് അല്ലെ. ആ കൃഷിയിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ. കാർഷികോൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവാണ്. അപ്പൊ നമ്മുടെ തുണി വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തു ഏതാണ്? നമ്മുടെ കാർഷികോൽപ്പന്നമായ പരുത്തിയാണെന്ന് ഓർത്തു വെക്കുക. അതിനാൽ തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണല്ലേ. എന്തുകൊണ്ടാണ് തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമായിട്ട് പറയുന്നത്? കാരണം എന്താണ്? നമ്മൾ തുണി വ്യവസായത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് പരുത്തിയാണ്. അതൊരു കാർഷികോൽപ്പന്നമാണ്. കാർഷികോൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളെന്നും പറയുന്നു. അതുപോലെ റബ്ബർ, കരിമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾക്കായി ഉപയോഗിക്കുന്നു. എന്താണ്? നമ്മൾ പഞ്ചസാര ഉണ്ടാക്കാനൊക്കെ കരിമ്പ് ഉപയോഗിക്കുന്നു. അതുപോലെ റബ്ബർ എന്താണ്? ചെരുപ്പ്, ബാഗ് തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കാനായിട്ട് റബ്ബർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി
കാർഷികോൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗപ്പെടുത്തുന്ന കൂടുതൽ കൃഷി രീതികൾ കേട്ടോ. നോക്കാം, കാർഷികോൽപ്പന്നങ്ങളും വ്യവസായവും. പരുത്തി ഏതിലാണ് പരുത്തി വരുന്നത്? തുണി വ്യവസായം. അതുപോലെ കരിമ്പോ പഞ്ചസാര വ്യവസായം അല്ലേ. ഓക്കെ, ഇനി നമ്മുടെ ധാതു സമ്പത്തിലൂടെയാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ ധാതുക്കൾ അല്ലേ. നമുക്ക് നോക്കാം, എന്താണ് ധാതുക്കൾ? ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. നമ്മുടെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളും അലോഹങ്ങളുമായ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോഹധാതുക്കൾക്ക് ഉദാഹരണം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ. ഇതൊക്കെ ലോഹധാതുക്കളാണ്. ഇതൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ് അല്ലേ. അപ്പൊ ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. ഇനി ഏതൊക്കെയാണ് ഇന്ധനധാതുക്കൾ? നമ്മുടെ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. കൽക്കരി, പെട്രോളിയം തുടങ്ങിയവയൊക്കെ ഇന്ധനധാതുക്കളാണ്. കൽക്കരി, പെട്രോളിയം തുടങ്ങിയവയൊക്കെ ഇന്ധനധാതുക്കളാണ്. ഇനി അലോഹധാതുക്കൾ ഏതൊക്കെയാണ്? മൈക്ക, വജ്രം, സിലിക്ക അല്ലെ, മണല്. സിലിക്കയാണ് മണല്. ഇതൊക്കെ അലോഹമാണ്. അപ്പൊ ലോഹധാതുക്കൾ ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ. അലോഹധാതുക്കളോ? മൈക്ക, വജ്രം, സിലിക്ക അല്ലെങ്കിൽ മണല്. ഇനി ഇന്ധനധാതുക്കളാണ് കൽക്കരിയും പെട്രോളിയവും. ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ധാതു അധിഷ്ഠിത വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ധാതുക്കളായിരിക്കും. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം അല്ലെ. ഇരുമ്പുരുക്ക് വ്യവസായമാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. ഇത് വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നും അതുപോലെ പ്രാഥമിക വ്യവസായം എന്നും അറിയപ്പെടുന്നു. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, വ്യവസായ മേഖലയുടെ നട്ടെല്ല് അല്ലെങ്കിൽ പ്രാഥമിക വ്യവസായം എന്നറിയപ്പെടുന്നത് ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇനി നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇരുമ്പുരുക്ക് വ്യവസായം, ചെമ്പ് വ്യവസായം, അലൂമിനിയം വ്യവസായം തുടങ്ങിയവയാണ്. ഇനി ഏതൊക്കെയാണ്, എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഹേമറ്റൈറ്റ് ഇരുമ്പുരുക്ക് നിർമ്മാണം, ബോക്സൈറ്റ് വിമാനം, വൈദ്യുത ഉപകരണം, കൽക്കരി എന്താണ്? തീവണ്ടി, ഇരുമ്പ് നിർമ്മാണം. അപ്പൊ തന്നിരിക്കുന്നത് ആദ്യം നന്നായിട്ട് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ ഹേമറ്റൈറ്റ് ഇരുമ്പുരുക്ക് നിർമ്മാണം, ബോക്സൈറ്റ് വിമാനം, വൈദ്യുത ഉപകരണം, കൽക്കരി, തീവണ്ടി, ഇരുമ്പ് നിർമ്മാണം. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഹരിത വിപ്ലവത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഈ ഇടയ്ക്കാണ് അന്തരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവുമായി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോർഷൻ നന്നായിട്ട് നോക്കി വയ്ക്കുക. ഇനി എന്താണ് ഹരിത വിപ്ലവം? നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉൽപാദനക്ഷമത കുറയുന്നതിന് കാരണമായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്തും അതുപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മുടെ കാർഷിക മേഖല അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി തുടങ്ങിയവയൊക്കെയായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, അതുപോലെ ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കി. ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വെക്കാവുന്ന ഭൂമിക്ക് എന്ത് ചെയ്തു? പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ചഭൂമിയായി കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. തൽഫലമായി കാർഷിക ഉൽപാദനം എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് വായിച്ചു വിടാവുന്നതേ ഉള്ളൂ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. അപ്പൊ ഹരിത വിപ്ലവത്തിൽ എന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം ഇതൊക്കെ ഉപയോഗിച്ച് വൻതോതിൽ നമ്മുടെ ഉൽപാദനം, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപാദനത്തിലാണ്. അപ്പൊ ആദ്യം നേട്ടം ഉണ്ടായത് ഏതിലാണ്? ഗോതമ്പിലാണ്. അതിനാൽ നമ്മൾ ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്നും വിളിക്കുന്നു. അപ്പൊ ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്നുകൂടി വിളിക്കുന്നു എന്ന് ഓർക്കുക.
ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. അദ്ദേഹത്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അദ്ദേഹം 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ ഇ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി. തൽഫലമായി ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ചെന്നൈയിൽ വെച്ച് അന്തരിക്കുന്നത്. അപ്പൊ അന്തരിച്ച ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 2023 സെപ്റ്റംബർ 28 മറക്കരുത് എന്നാണ് അന്തരിക്കുന്നത്. 2023 സെപ്റ്റംബർ 28. ഇനി നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ ഇരുപുറങ്ങൾ, അതായത് അതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് പറയുന്നത്. ഹരിത വിപ്ലവം കൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങൾ, അതുപോലെ പരിമിതികൾ. നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, അല്ലെ? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു. ഭക്ഷ്യ സ്വയം പര്യാപ്തത നമ്മൾ എന്ത് ചെയ്തു? കൈവരിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, അല്ലെ? വില കുറഞ്ഞു. ധാരാളമായി ഭക്ഷ്യോൽപാദനം നടന്നപ്പോൾ എന്ത് ചെയ്തു? ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. അതുപോലെ ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു, അല്ലെ? ധാരാളമായിട്ട് ആ ഭക്ഷ്യധാന്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഈ പൂഴ്ത്തിവെക്കുന്നവർക്ക് പിന്നെ അതൊന്നും പൂഴ്ത്തിവെക്കേണ്ട ആവശ്യം വന്നില്ല. വെച്ചാൽ അത് അവിടെ ഇരുന്ന് ചീത്തയായി പോകത്തേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ കുറഞ്ഞു. ഇനി എന്തൊക്കെയാണ് പരിമിതികൾ? ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു, അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? ഈ ഹരിത വിപ്ലവത്തിന് ധാരാളം ജലം ആവശ്യമായി വന്നു. അങ്ങനെ നമ്മുടെ ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠതയും കുറച്ചു. അപ്പൊ അതൊക്കെ നോക്കി വെക്കുക. ഇനി നമുക്ക് നോർമൻ ഇ ബോർലോഗിനെ പറ്റി നോക്കാം. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർമൻ ഏണസ്റ്റ് ബോർലോഗ്, അല്ലെ? നോർമൻ ഇ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അപ്പം മാറിപ്പോരുത്, ക്വസ്റ്റ്യൻ ആദ്യം ശ്രദ്ധിക്കുക. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് മാത്രം ചോദിച്ചാൽ അത് നോർമൻ ഏണസ്റ്റ് ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. അപ്പോൾ നമ്മുടെ നോർമൻ ഇ ബോർലോഗ് 1914 മാർച്ച് 25 അമേരിക്കയിലാണ് ജനിക്കുന്നത്. ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടി എന്ന് വിശ്വസിച്ചു. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കോട്ട് തരാം: പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടി. ഇതാര് പറഞ്ഞതാണ്? നോർമൻ ഇ ബോർലോഗ് പറഞ്ഞതാണ്, അല്ലെ? ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത് 1970 എന്നാണ്. 1970. ഇനി ദാരിദ്ര്യം എന്നാൽ, അല്ലെ? നമ്മുടെ ഒരു കഥയാണ് പറഞ്ഞേക്കുന്നത്. അത് പോട്ടെ. നമ്മുടെ കണക്കിലെ മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയനായ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? നമ്മുടെ ശ്രീനിവാസ രാമാനുജനാണ്, അല്ലെ? അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് മുകളിൽ തന്നിരുന്നത്. അപ്പോൾ കണക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഭാരതീയ ഗണിതശാസ്ത്രജ്ഞൻ, മാത്തമാറ്റീഷ്യൻ ആരാണ്? ശ്രീനിവാസ രാമാനുജനാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് നമുക്ക് ദരിദ്രർ അല്ലെങ്കിൽ ദാരിദ്ര്യമൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ഡെഫിനിഷൻ ആയിട്ട്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം, അല്ലെ? നമ്മുടെ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയെയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്തമാക്കാനുള്ള ശേഷിയില്ലാത്തവരെ ദരിദ്രരെന്നും വിളിക്കുന്നു. ഇനി എന്താണ് ദാരിദ്ര്യരേഖ എന്ന് നോക്കാം. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ, അല്ലേ? ദാരിദ്ര്യരേഖ നമ്മൾ കേട്ടിട്ടുണ്ട്. റേഷൻ കാർഡൊക്കെ എടുക്കാൻ പോകുമ്പോൾ പറയും, അല്ലേ? അതുപോലെ നമ്മുടെ പലതരം സർട്ടിഫിക്കറ്റ്സിന് പോകുമ്പോൾ ഈ ദാരിദ്ര്യരേഖ നോക്കാറുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയെയാണ് ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്. ഒരാളുടെ വരുമാനത്തിന്റെയും ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട ഊർജത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് എന്ത് കണക്കാക്കുന്നത്? ദാരിദ്ര്യം കണക്കാക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണങ്ങൾ നോക്കാം. ദാരിദ്ര്യത്തിന്റെ പൊതു കാരണങ്ങൾ: ഒന്ന്, തൊഴിലില്ലായ്മ. ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലില്ലായ്മ. അതുപോലെ കടബാധ്യത, വർദ്ധിച്ച ജനസംഖ്യ, വിലക്കയറ്റം, അവസര സമത്വം. ഇതൊക്കെ എന്താണ്?
ദാരിദ്ര്യത്തിന് പ്രധാന കാരണങ്ങളാണ്. ഇനി എന്താണ് നമ്മുടെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക, മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് എന്ന് നമുക്ക് നോക്കാം. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ച ഒരു പുതിയ രീതിയാണ് നമ്മുടെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക MPI അല്ലെ. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ച ഒരു രീതിയാണ് നമ്മുടെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അഥവാ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് MPI. ഓക്സ്ഫോർഡ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് നമ്മുടെ OPHAയും അതുപോലെ UN ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDPയും സംയുക്തമായി തയ്യാറാക്കിയതാണ് നമ്മുടെ MPI എന്ന് പറയുന്നത്. ഇത് കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. അപ്പം നോട്ട് ചെയ്യുക, എങ്ങനെയാണ് 12 സൂചകങ്ങളാണ് നമ്മുടെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്ര സൂചകങ്ങളാണ് നമ്മുടെ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് അല്ലെങ്കിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്? 12 സൂചകങ്ങളാണ് അല്ലേ. 3 തലങ്ങളിലായിട്ട് 12 സൂചകങ്ങൾ. 3 തലങ്ങൾ ഏതൊക്കെയാണ്? ആ തലം കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം നോക്കുന്നു, വിദ്യാഭ്യാസം നോക്കുന്നു, ജീവിത നിലവാരം. അങ്ങനെ 3 തലങ്ങളിലായിട്ട് 12 സൂചകങ്ങളാണ് നമ്മുടെ ബഹുമുഖ ദാരിദ്ര്യത്തിൽ കണക്കാക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ആരോഗ്യത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പോഷകാഹാരം, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, മാതൃ ആരോഗ്യം അല്ലെ. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പോഷകാഹാരം, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, അതുപോലെ മാതൃ ആരോഗ്യം. വിദ്യാഭ്യാസത്തിലോ സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ ഹാജര് നോക്കുന്നുണ്ട്. ഇനി ജീവിത നിലവാരത്തിലാണെങ്കിൽ പാചക ഇന്ധനം, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയവയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നീതി ആയോഗ് അംഗീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 2015-16 അതുപോലെ 2019-21 വർഷങ്ങളിലെ ദാരിദ്ര്യ നിലയാണ് നമ്മുടെ ഈ ഗ്രാഫിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ദാരിദ്ര്യം വളരെ കുറവായിട്ടാണ് കാണിച്ചിരിക്കുന്നത് കേട്ടല്ലോ. ഇനി അടുത്ത് ദാരിദ്ര്യത്തിൽ നിന്നും കരകയറാനായിട്ട് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കുറെ പദ്ധതികളൊക്കെ നടപ്പിലാക്കി വരുന്നു. ഈ പദ്ധതി വിഭാഗത്തെ നമുക്ക് പ്രധാനമായിട്ടും 3 പദ്ധതികളെ തരംതിരിക്കാം. ഒന്ന് സ്വയം തൊഴിൽ അല്ലെങ്കിൽ വേതന തൊഴിൽ പദ്ധതികൾ അല്ലെ. അടുത്ത് 2 ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, 3 സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. ഒന്നെന്ന് പറയുന്നത് സ്വയം തൊഴിൽ അല്ലെങ്കിൽ വേതന തൊഴിൽ, നമുക്ക് വരുമാനം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ പദ്ധതി ഭക്ഷ്യസുരക്ഷാ പദ്ധതികളാണ് അതിൽ വരുന്നത്. മൂന്നാമത്തേത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ്. അപ്പൊ നമുക്ക് ഓരോന്നിലും ഏതൊക്കെ വരുന്നു എന്ന് നോക്കാം. സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതികളിൽ വരുന്ന ഒന്നാമത്തേതാണ് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ഇതിൽ രണ്ടിന്റെയും ലക്ഷ്യങ്ങൾ ഒന്നാണ്, അതുകൊണ്ട് ഒരു ഇതിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. എന്താണ് ലക്ഷ്യങ്ങൾ? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. ഇനി നമ്മുടെ അടുത്തൊരു സ്വയം തൊഴിൽ പദ്ധതിയാണ് ജീവനം പദ്ധതി. അതിന്റെ ലക്ഷ്യം എന്താണ്? സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന്. ഇതൊക്കെ നമ്മൾ 5ാം ക്ലാസ്സിലെ SCERTയിലും ഈ പദ്ധതികളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജീവനം പദ്ധതി സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള ഉപജീവന മാർഗം നൽകുന്ന പദ്ധതിയാണ് ജീവനം പദ്ധതി. അടുത്തൊരു സ്വയം തൊഴിൽ വേതന പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ, അവിദഗ്ധയാണ് നമ്മളെ തെറ്റിക്കാനായിട്ട് വിദഗ്ധ എന്ന് പറഞ്ഞു തരും, അല്ല, അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് ഭക്ഷ്യസുരക്ഷാ പദ്ധതികളെ പറ്റി നോക്കാം. ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ ഏതൊക്കെ ഭക്ഷ്യസുരക്ഷാ പദ്ധതികളാണ് ഇവിടെ തന്നിരിക്കുന്നത്? നമ്മുടെ പൊതുവിതരണ സംവിധാനം ഒന്നാമത്തേത്, പൊതുവിതരണ സംവിധാനം. അതുപോലെ അതിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു അല്ലെ. നമ്മുടെ റേഷൻ കടകളാണ് പൊതുവിതരണ സംവിധാനം. അത് ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പുവരുത്തുന്നുണ്ട്.
അതുപോലെ PM പോഷൻ പദ്ധതി, പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ, അതാണ് നമ്മുടെ PM പോഷൻ പദ്ധതി എന്ന് പറയുന്നത്. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ, അല്ലെ? 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണത്. ഇനി അടുത്ത 3ാമത്തെ ഒരു ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. സുഭിക്ഷ കേരളം പദ്ധതി അതിന്റെ ലക്ഷ്യം എന്താണ്? കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്നതാണ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ലക്ഷ്യം. ഇനി സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ്. നമുക്ക് നോക്കാം. ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, അതുപോലെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന തുടങ്ങിയവ നിരാലംബരായ മുതിർന്ന പൗരർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നു. എന്താണ്? ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന തുടങ്ങിയവ നിരാലംബരായ മുതിർന്ന പൗരർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നു. ഇനി അടുത്ത പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നമ്മുടെ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പഠിച്ചപ്പോഴും നമ്മൾ ഈ പദ്ധതികളൊക്കെ പറഞ്ഞായിരുന്നു, ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയായിരുന്നു കേട്ടോ. ഇനി ഇത് കൂടാതെ നമ്മുടെ കേരളം നടപ്പിലാക്കുന്ന മറ്റു പദ്ധതികളാണ് സ്നേഹസാന്ത്വനം, വയോമിത്രം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാരുണ്യ ആരോഗ്യ സുരക്ഷ, താലോലം, ആശ്വാസകിരണം, സ്നേഹപൂർവം, അതുപോലെ ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ തുടങ്ങിയവയൊക്കെ മറ്റു പദ്ധതികളാണ്. ഇനി നമ്മുടെ കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും നോക്കാം. കുടുംബശ്രീയുടെ ആ ഒരു ലോഗോ കണ്ടായിരുന്നു. അതുപോലെ അവരുടെ ആപ്തവാക്യമാണ് ഒന്നായി മുന്നേറാം. കുടുംബശ്രീയുടെ ആപ്തവാക്യം ഏതാണ്? ഒന്നായി മുന്നേറാം. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. അപ്പോൾ കുടുംബശ്രീ ആരംഭിക്കുന്നത് എന്നാണ്? 1998 മെയ് 17. എന്തൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ? ദാരിദ്ര്യ ലഘൂകരണം, അതുപോലെ സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ച. സാമൂഹ്യ ജീവിതത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നുണ്ട്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃകയാക്കിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനുമൊക്കെ സഹായകരമാണ്. ജസ്റ്റ് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി എന്താണ് ഭക്ഷ്യസുരക്ഷ എന്നത് അർത്ഥമാക്കുന്നത്? ഭക്ഷ്യസുരക്ഷ നമുക്ക് നോക്കാം. ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാകുകയും അവ നേടാനാവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായിട്ടുള്ള അളവില് സുരക്ഷിതമായതും പോഷകസമ്പുഷ്ടമായ ആഹാരം ലഭ്യമാവുക, അതുപോലെ അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുക തുടങ്ങിയവയൊക്കെ നമ്മുടെ ഭക്ഷ്യസുരക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. അതുപോലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം, അതുപോലെ വരുമാനക്കുറവ്, ലഭ്യതക്കുറവ്, വ്യവസായവൽക്കരണം, വിലവർദ്ധനവ്, വിതരണത്തിലെ അസന്തുലിതാവസ്ഥ തുടങ്ങിയവയൊക്കെ കൊണ്ട് നമുക്ക് ഭക്ഷ്യസുരക്ഷ കൈവരിക്കാൻ കഴിയാതെ വരുന്നു. ഓക്കെ. ഇനി സബ്സിഡി നിരക്കിൽ ഭക്ഷ്യസാധനങ്ങൾ ഭക്ഷ്യധാന്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ സിവിൽ സപ്ലൈസ്, അതുപോലെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ഇവിടെയൊക്കെ സബ്സിഡി നിരക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. ഇനി വിശപ്പ് രഹിത കേരളം, വിശപ്പ് രഹിത കേരളം. പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ആ പേരിൽ നിന്ന് തന്നെ കിട്ടും എന്താണ് ലക്ഷ്യമെന്ന്. പട്ടിണി ഇല്ലാതാക്കി നമ്മുടെ കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് വിശപ്പ് രഹിത കേരളം പദ്ധതി. 2017-18 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് പദ്ധതി നടന്നു വരുന്നത്. ഇത്തരം നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കാൻ കഴിയും. ആരോഗ്യപൂർണമായ ജീവിതം നിലനിർത്തുവാൻ പോഷകസമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ്.
ഭക്ഷ്യസുരക്ഷയില്ലായ്മ പൊതുവെ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയാണ് ബാധിക്കുന്നത്, അല്ലേ? സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷയില്ലായ്മ ബാധിക്കുന്നത്. എന്നാൽ ഭൂകമ്പം, വരൾച്ച, വെള്ളപ്പൊക്കം, സുനാമി, മഹാമാരികൾ തുടങ്ങിയവ നേരിടുമ്പോൾ രാജ്യത്തിലെ മറ്റു ജനവിഭാഗങ്ങളെയും ഭക്ഷ്യസുരക്ഷയില്ലായ്മ എന്ത് ചെയ്യും? ബാധിക്കും, അല്ലെ? അതൊന്നും പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒന്നും നോക്കാതെയാണ് വരുന്നത്. അപ്പം അത്തരം അവസരങ്ങളിൽ ഭക്ഷ്യസുരക്ഷയില്ലായ്മ എല്ലാ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കും. അല്ലാത്ത അവസരങ്ങളിൽ എന്താണ്, സാമൂഹികമായും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷയില്ലായ്മ ബാധിക്കുന്നത്. പൊതുവിതരണ സംവിധാനത്തിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം ഭക്ഷ്യക്ഷാമം നമുക്ക് എന്ത് ചെയ്യാം? ഒരു പരിധിവരെ പരിഹരിക്കാനും കഴിയും, അല്ലെ? പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. അതുവഴി നമുക്ക് ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അത്യാവശ്യം നമ്മുടെ ഹരിത വിപ്ലവം തൊട്ടുള്ള കണ്ടന്റൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റാണ്. പ്രത്യേകിച്ച് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ നിര്യാണത്തോടു കൂടി നമുക്ക് ആ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ ഏതൊക്കെയാണ് എന്നെല്ലാം ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മുടെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് പാർട്ടിലെ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് നെക്സ്റ്റ് പാർട്ടാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.